ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നമ്മളെ പാർട്ട് നമ്പർ എന്നുള്ള ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് ലൈവിൽ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് അല്ലെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ. സോ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതും കൂടെ പറയാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണം, യെസ്, നമുക്ക് ഭിന്നസംഖ്യകളെ കുറിച്ച് പഠിക്കണം അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ഏറ്റവും അധികം പറയുന്നതും ഭിന്നസംഖ്യകൾ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ട പോലെ തന്നെ നമ്മള് ലൈവിൽ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിന്റെ ലൈവ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ കാണാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എടുത്ത് കാണുക. ഒരൊറ്റ ലൈവില് നമ്മളെ ചാപ്റ്റർ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കേടാ, എന്റെ കയ്യില് 3 കേക്കുകൾ ഉണ്ട്. നിങ്ങൾ ബോർഡിൽ കാണുന്നുണ്ടാവും അല്ലെ. 3 കേക്കും ഉണ്ട്. അതേപോലെ തന്നെ 2 പേരുണ്ട്. നമുക്ക് വേണമെങ്കിൽ പേര് ചോട്ടു മിട്ടു എന്നിടാം അല്ലെ. അപ്പൊ ചോട്ടോനും മിട്ടുവിനും 3 കേക്ക് തുല്യമായി വീതിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എളുപ്പത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? യെസ്, ആദ്യം തന്നെ ഫസ്റ്റ് കേക്ക് ഞാൻ ചോട്ടുവിന് കൊടുത്തു. ഇവിടെ നിന്നുള്ള ഒരു കേക്ക് ഞാൻ മിട്ടുവിന് കൊടുത്തു. അപ്പൊ 3 കേക്കില് 2 കേക്ക് വീതം എനിക്ക് കംപ്ലീറ്റ് ആയി തീർന്നു. പക്ഷെ ഒരു കേക്കും കൂടെ അവിടെ ബാക്കിയുണ്ട്, പെൻഡിങ് ഉണ്ട് അല്ലെ. അതെനിക്ക് ഈക്വലി എങ്ങനെ ചോട്ടൂനും മീട്ടൂനും കൊടുക്കാൻ പറ്റും? യെസ്, ഞാൻ അതിന് എന്ത് ചെയ്താൽ മതി? ഈക്വലി പകുതി ആയിട്ട് അങ്ങോട്ട് മുറിച്ചാൽ മതി അല്ലെ. അപ്പൊ പകുതി ആയിട്ട് മുറിക്കുമ്പം ഹാഫ് ആക്കി മാറ്റുമ്പം അത് അരഭാഗമായി, അല്ലെങ്കിൽ അത് 1/2 ആയിട്ട് മാറി. 1/2 അല്ലെ. ഇനി ഓരോ 1/2 ചോട്ടൂനും മിട്ടൂനും കൊടുത്താൽ നമുക്ക് എന്തായി? യെസ്, എന്റെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈക്വലി ആയിട്ട് എന്തായി? യെസ്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ചോട്ടുവിന് ഇതിൽ നിന്ന് എത്ര ഭാഗം കിട്ടി, അതുപോലെ മിട്ടുവിനും എത്ര കിട്ടി എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഒരു കേക്ക് മൊത്തവും ഉണ്ട്, അതേപോലെ ഒരു പകുതി കഷ്ണം, അര കഷ്ണം ഉണ്ട് അല്ലെ. ഒരു കേക്കും ഒരു പകുതിയും. അപ്പൊ ഒരെണ്ണവും അരയും, 1.5, ഒന്നും അരയും നമ്മൾ ഒരുമിച്ച് പറയുന്ന സമയത്ത് എങ്ങനെയാ പറയാ? 1.5 എന്നാണ് പറയാ കേട്ടോ. 1.5, 1.5. ഒരെണ്ണവും കിട്ടിയിട്ടുണ്ട്, ഒരു കേക്ക് മൊത്തവും കിട്ടിയിട്ടുണ്ട്, അര കേക്കും കിട്ടിയിട്ടുണ്ട്. അതാണ് 1.5 എന്നിടുന്നത്. ഇതിൽ കുറെ ആൾക്കാർ തെറ്റിക്കുന്ന ഒരു കാര്യം, 1 കഴിഞ്ഞിട്ട് പോയിന്റ് ഒക്കെ ഇട്ടിട്ട് കുറെ ആൾക്കാർ അരയൊക്കെ ഇടും. അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. ഒന്നിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാ, നിങ്ങൾ അരയും കൂടെ അങ്ങ് എഴുതുക. അതാണ് 1.5. ഓക്കെ, ഇപ്പൊ ഇതിലെ ഒരു നമ്പറും ഒരു ഭിന്നസംഖ്യ, ഒരു ഫ്രാക്ഷനും കൂടെ ഒരുമിച്ച് എഴുതുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്നൊക്കെയാണ് പറയാ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ ഒരു 5ാം ക്ലാസ് മുതലേ പഠിച്ചു പോകേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി വലിയ ക്ലാസ്സിലേക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. സോ ഇപ്പൊ ബോർഡിൽ കാണുന്ന 3 കുപ്പിയിൽ അല്ലെ, 3 കുപ്പിയിൽ നിങ്ങൾ വെള്ളം കാണുന്നുണ്ടാവും. ഇതിൽ ഓരോന്നിലും ഓരോ ലിറ്റർ വീതമാണ് കേട്ടോ. ആദ്യത്തേൽ 1 ലിറ്റർ ഉണ്ട്, രണ്ടാമത്തേൽ 1 ലിറ്റർ ഉണ്ട്, മൂന്നാമത്തെ കുപ്പിയിലോ പകുതി വെള്ളേ ഉള്ളൂ, 1/2 ലിറ്ററേ ഉള്ളൂ. സോ ടോട്ടൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? യെസ്, 1 ലിറ്ററും 1 ലിറ്ററും 1/2 ലിറ്ററും ആകെ എത്ര ഉണ്ടാവും? 1 + 1 2 ഉണ്ടായിരിക്കും അല്ലെ. 2 then ഹാഫ്, 2ഉം ഹാഫും, 2 ലിറ്ററും ഹാഫ് ലിറ്ററും, 2.5 ലിറ്റർ അല്ലെങ്കിൽ 2.5 ലിറ്റർ എന്ന് പറയാം. ഓക്കെ, 2.5 ലിറ്റർ. സോ ഇപ്പൊ ബോർഡിൽ കാണുന്ന ഈ ഒരു ഫിഗർ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഫിഗേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ടായിരിക്കുക. നോക്കിക്കടാ, ഒരു സർക്കിള് ടോട്ടലി എന്താക്കിയിട്ടുണ്ട്? കളർ ചെയ്തിട്ടുണ്ട്. ഒരു സർക്കിൾ ടോട്ടൽ, അതിനെ നമ്മൾ 1 എന്നെടുക്കാം. 1, അത് ഫുള്ളി കളർ ചെയ്തതുകൊണ്ടാണ് 1 എടുത്തത്. അടുത്ത സർക്കിളില് 4 സെക്ഷൻ ആക്കിയതിൽ ഒരു സെക്ഷൻ മാത്രമാണ് കളർ ചെയ്തത്. സോ ഇതിനെ നമ്മൾ 1/4 എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സെക്ഷനും 1/4 സെക്ഷനും ആകെ ടോട്ടൽ എത്ര വരും എന്നുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയാ. സോ ഇനി നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ യൂട്യൂബിലായിട്ട് ഓരോ ക്വസ്റ്റ്യൻസുകളായിട്ട് നിങ്ങൾ കണ്ട് പഠിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ താഴെ കൂടെ പോകുന്ന സ്ക്രോള് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ആ സ്ക്രോളിൽ നിങ്ങൾ കണ്ട കാര്യം അല്ലെ, വിദ്യാരംഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ യെസ് പൃഥ്വി ബാച്ചിന് ഇപ്പൊ 15% ഓഫിലാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ VDM 15 എന്നുള്ള ഒരു കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് എന്ത് ചെയ്യാം, 15% ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. ആ ഒരു ഓഫർ ഇപ്പൊ നീട്ടി വെച്ചിട്ടുണ്ട്. സോ ആരും ടൈം കളയാതെ തന്നെ എന്ത് ചെയ്യുക, പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളും ക്വസ്റ്റ്യൻസുകളും ക്വസ്റ്റ്യൻ പേപ്പറും യൂണിറ്റ് ടെസ്റ്റുകളും ഒക്കെ എന്താണ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. എന്തായാലും നമുക്ക് ഇനി എവിടെ വെച്ച് കാണാം? പൃഥ്വി ബാച്ചിൽ വെച്ച് കാണാം. മറക്കണ്ട, ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, ബൈ.